റഷ്യയും ഇറാനും തമ്മിൽ ഈ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച വൻകിട ആണവ സഹകരണ കരാറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇറാനിലെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനായി 25 ബില്യൺ US$, അതായത് ഏകദേശം 2.1 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രത്തിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്ന കോൺഫറൻസിൽ വെച്ചാണ് ഇറാന്റെ റഷ്യയിലെ അംബാസഡർ കസം ജലാലി ഈ വിവരം പുറത്തുവിട്ടത്. കരാറിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഹോർമുസ് ആണവ നിലയത്തിന്റെ വികസനമാണ്. റഷ്യയുടെ പ്രമുഖ പൊതുമേഖലാ ആണവോർജ കമ്പനിയായ റോസാറ്റത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇറാനിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഏക ആണവ നിലയമായ ബുഷഹറിലെ രണ്ടാമത്തേതും മൂന്നാമത്തേതുമായ റിയാക്ടറുകളുടെ നിർമ്മാണം ഈ കരാറിലൂടെ വേഗത്തിലാക്കും. വലിയ നിലയങ്ങൾക്ക് പുറമെ ചെറിയ തോതിലുള്ള ആണവ നിലയങ്ങൾ നിർമ്മിക്കാനും ഇരു രാജ്യങ്ങൾക്കും പദ്ധതിയുണ്ട്. കൂടാതെ ക്യാൻസർ ചികിത്സക്കും രോഗനിർണയത്തിനുമായി ഉപയോഗിക്കുന്ന റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപാദനത്തിലും ഇരു രാജ്യങ്ങളും സഹകരിക്കും. ബുഷഹർ ആണവ നിലയത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതും പുതിയ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതും ഈ കരാറിന്റെ പ്രധാന ഭാഗമാണ്. തങ്ങളുടെ ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതി ഉൽപാദനം, മരുന്ന് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി ആണവ നിയന്ത്രണങ്ങളെ ചൊല്ലി തർക്കങ്ങളും ചർച്ചകളും നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കരാറിന് വലിയ ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ വൻകിട ആണവ കരാറിനെ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും അതീവ ആശങ്കയോടെയും കടുത്ത ജാഗ്രതയോടെയുമാണ് വീക്ഷിക്കുന്നത്. ഈ നീക്കത്തോടുള്ള അവരുടെ പ്രധാന പ്രതികരണങ്ങളും നിലപാടുകളും ഒന്ന് നോക്കാം. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിനെ ഒരു പുതിയ ആയുധ അച്ചുതണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും നിരീക്ഷകരും വിശേഷിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലും ആഗോളതലത്തിലും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭൗമരാഷ്ട്രീയ സ്വാധീനത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒന്നാണ് ഈ നീക്കമെന്ന് അവർ വിലയിരുത്തുന്നു. തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അത് മുഖവിലക്കെടുക്കുന്നില്ല. ഇറാന്റെ പക്കലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയയും രഹസ്യ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളും ആണവായുധ നിർമ്മാണം ലക്ഷ്യമിട്ടാണെന്നാണ് അമേരിക്കയുടെ വാദം. റഷ്യയുടെ റൊസാറ്റം പോലുള്ള പൊതുമേഖലാ കമ്പനികളുടെ സാങ്കേതിക സഹായം ഇറാന്റെ ആണവശേഷി അതിവേഗം വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക അവർക്കുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ഇറാൻ ചില താൽക്കാലിക സമാധാന കരാറുകൾക്കും ഉപരോധങ്ങളിൽ ഇളവുകൾ നേടുന്നതിനുമായി ചർച്ചകൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് റഷ്യയുമായുള്ള ഈ കരാർ വ്യക്തമാക്കപ്പെടുന്നത്. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം കൈവരിക്കില്ലെന്ന് ഉറപ്പാക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ US-ഉമായുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് കൂടുതൽ വിലപേശൽ ശേഷി ഉറപ്പാക്കാൻ ഇറാൻ ഈ റഷ്യൻ ബന്ധത്തെ ആയുധമാക്കുന്നു എന്നാണ് പാശ്ചാത്യർ കരുതുന്നത്. ഈ പുതിയ കരാറുകളോടുള്ള കൃത്യമായ മറുപടി എന്നോണം ഇറാനിലെ വിവിധ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക സ്രോതസ്സുകൾക്കും മേൽ തങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഉപരോധങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള US സഖ്യകക്ഷികൾക്കും ഈ റഷ്യ ഇറാൻ സഹകരണം ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്ന് US ഇന്റലിജൻസ് വൃത്തങ്ങൾ കരുതുന്നുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും സമാധാനപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനെയാണ് റഷ്യ പിന്തുണക്കുന്നത് എന്നാണ്.
ചുരുക്കത്തിൽ ഇറാനെ ആണവ ശക്തിയാക്കുന്നതിന് തടസ്സം നിന്ന് ഇസ്രയേലിൻ്റെ ഭാവി സുരക്ഷിതമാക്കാമെന്ന് കരുതി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ട്രംപിൻ്റെ മുതുകത്തേറ്റ കനത്ത അടിയാണ് ഈ ആണവ കരാർ. ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയായ റഷ്യ ഇറാനുമായി കൂട്ടുകൂടാൻ പരസ്യമായി തീരുമാനിച്ചതോടുകൂടി അമേരിക്കയ്ക്ക് ഇറാനെ നാളെ ഒരു ആണവ രാജ്യമായി അംഗീകരിക്കേണ്ടി വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇറാന്റെ അപ്രമാദിത്വം അംഗീകരിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ മറ്റേതൊരു രാജ്യത്തെയും പോലെ ഇസ്രയേലിനും തുടർന്നുള്ള കാലം ഫലസ്തീൻ ഭൂമി വിട്ടു നൽകി മര്യാദക്കാരായി ജീവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്.